കരഞ്ഞില്ല, കരയാണ്ട് പിടിച്ചു നിന്നു. കരഞ്ഞില്ല, ലാസ്റ്റ് കുറച്ച് കരഞ്ഞായിരുന്നു. അടിപൊളി, ബോറടിച്ചതേ ഇല്ല. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പോലും തോന്നില്ല. സൂപ്പർ പടം. ചെറിയ മനസ്സുകൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഞങ്ങൾ ഇത്രയും ഹാർഡായിട്ടുള്ള മനസ്സായുണ്ടാവും. കൊച്ച് മാസ്ക് കൊണ്ടുവന്ന് കണ്ണടച്ച് വയ്ക്കാൻ കാണാൻ പറ്റില്ല എന്നിട്ട്. കൊള്ളാം, നല്ലതായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു ഫിലിം കണ്ടതിൻ്റെ ഫീലിംഗ് ഉണ്ടായി. ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അടിപൊളിയായിരുന്നു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, നല്ല പടമായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി, നല്ല മൂവിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് ഇതുവരെ മോഹൻലാൽ അഭിനയിച്ചതിൽ വെച്ച് നമ്മൾ കണ്ടുവെച്ച നല്ല മൂവി. വില്ലൻ അടിപൊളി, വില്ലൻ്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളി, നല്ല സിനിമയായിരുന്നു. ശരിക്കും ആക്ച്വലി നല്ലതായിട്ട് നമുക്ക് തോന്നും, ഒരു ദേഷ്യമൊക്കെ തോന്നും, പക്ഷെ കൊള്ളാം. കുഴപ്പമില്ല, എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കരഞ്ഞില്ല, കരയാണ്ട് പിടിച്ചു നിന്നു. മേ ബി വിഷമം തോന്നുമായിരിക്കും, ശരിയാണ്. പക്ഷേ എനിക്ക് ആ പട്ടീൻ്റെ ആ ലാസ്റ്റ് സീനൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ശരിക്കും വിഷമമായി. അവരാണെങ്കിൽ പോലും ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മൂവിയിൽ. അത് കൊള്ളായിരുന്നു. വയലൻസ് കൂടിപ്പോയെന്ന് തോന്നിയില്ല. വയലൻസ് ഇസ് ഫൈൻ, കൊള്ളാം. പിന്നെ അടിപൊളിയായിട്ട് ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു മൂവിയാണ്. കാരണം മോഹൻലാലിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരും അങ്ങനെ നെഗറ്റീവ് പറയുന്ന പോലത്തെ ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എമ്പുരാൻ ഇസ് വേറൊരു സോർട്ട് ഓഫ് മൂവി, ഇത് ഒരു ഗുഡ് മൂവി, അതാണ്. സൂപ്പർ ഫിലിം എന്ന് വെച്ചാൽ അടിപൊളി, ബോറടിച്ചതേ ഇല്ല. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പോലും തോന്നില്ല. സൂപ്പർ പടം, പൊളിച്ച്. ലാലേട്ട അടിപൊളി, സൂപ്പർ ഫിലിം. വില്ലനും സൂപ്പർ, കിഡിലും. കരയും. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. സൂപ്പറായിട്ട് എല്ലാവർക്കും ഒരുപോലെ. നന്നായിട്ടിരുന്നു. എമ്പുരാനെക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് മോഹൻലാലിൻ്റെ ആ ഇതും അവരുടെ ഒരു കോംബോ കുറേ നാളിന് ശേഷം കണ്ടപ്പം സന്തോഷം തോന്നി. കൊള്ളായിരുന്നു. വില്ലൻ പ്രതീക്ഷിച്ചില്ല, ഫസ്റ്റ് പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പോയപ്പം കൊള്ളാം, നന്നായിരിക്കണം. അവസാനം സങ്കടം വന്നു. ലാലേട്ടൻ കിടില്ല, വില്ലൻ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. ഫാമിലി മൂവിയാണ്, നൈസാണ്, ഹാപ്പിയാണ്. കരഞ്ഞു, ലാസ്റ്റ് കുറച്ച് കരഞ്ഞായിരുന്നു. നല്ല മൂവിയാണ്. സെക്കൻഡ് ടൈമാണ് കാണുന്നത്. അടിപൊളി, കൊള്ളാം, നന്നായിരിക്കുന്ന. അത് പിന്നെ ഞങ്ങളൊക്കെ ഇപ്പം കുറച്ച് ഇരുത്താൻ വന്നവരായതുകൊണ്ട് ഇത് സിനിമയാണെന്നൊക്കെ മനസ്സിനെ ഇതാക്കുന്നത് കൊണ്ട് മാത്രം. അല്ലാത്തവർക്ക് ഇതിനെ പാടായിരിക്കും. ചെറിയ മനസ്സുകൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഞങ്ങൾ ഇത്രയും ഹാർഡായിട്ടുള്ള മനസ്സായുണ്ടാവും. ശരിയാണ്, കാരണം അതുപോലാണല്ലോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതാ ഏറ്റവും നന്നായത്. കാരണം അവിടെ വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത്. കൊച്ച് മാസ്ക് കൊണ്ടുവന്ന് കണ്ണടച്ച് വയ്ക്കാൻ കാണാൻ പറ്റില്ല എന്നിട്ട് കൊച്ചുമോള്. കൊള്ളാം, നന്നായിരുന്നു, നല്ല പ്രസൻറ്റേഷൻ. മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഇഷ്ടപ്പെട്ടു. ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ്. ശോഭന നല്ലത്. വില്ലന്മാരെ ഭയങ്കര ദേഷ്യം. കരഞ്ഞൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ ശോഭനയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, മിസ്സായിരുന്നു. കൊള്ളാം, നല്ലതായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു ഫിലിം കണ്ടതിൻ്റെ ഫീലിംഗ് ഉണ്ടായി. വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ച് കണ്ണ് നിറഞ്ഞു, നമ്മളങ്ങനെ കൺട്രോൾ ചെയ്യും. കൊള്ളാം. മോഹൻലാൽ അടിപൊളിയല്ലേ ഇന്ന്. ശോഭന ഇല്ല എൻ്റെ ഓരോ ഭാവത്തിനും ഓരോ പ്രത്യേകതയല്ലേ. ഞാനിപ്പോൾ കുറേ ആളായി കണ്ടിട്ട്. വീട്ടിൽ പോയിട്ട് ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സാണ്. ശരി.